Hi friends, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതങ്ങൾ അവസാനിച്ച് വ്യാഴാഴ്ച മുതൽ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണങ്ങൾ ആരംഭിക്കും. ഈ സെപ്റ്റംബർ മാസത്തിൽ എന്തെല്ലാം വിഹിതങ്ങളാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. മാസത്തെ അപേക്ഷിച്ച് ഈ മാസം വളരെയധികം കുറവാണ് സാധനങ്ങൾ. പല സാധനങ്ങളും ഇല്ല എന്ന് തന്നെ പറയാം. ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം നീല വെള്ള റേഷൻ കാർഡിന് ഒന്നും ഇല്ല എന്നുള്ളതാണ്. അതായത് സ്പെഷ്യൽ അരിയൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഈ മാസം ഉണ്ടാവാനുള്ള യാതൊരുവിധ സാധ്യതയും ഇല്ല. എന്തായാലും സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവസാന അറിയിപ്പ് ചൊവ്വാഴ്ച വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. എന്തായാലും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഈ മാസം സ്പെഷ്യലായിട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കുക 30 കിലോ അരിയും 4 കിലോ ഗോതമ്പും 1 കിലോ ആട്ടയും ലഭിക്കും. 1 കിലോ പഞ്ചസാര. കേന്ദ്ര സർക്കാരിൻ്റെ വകയായിട്ടുള്ള വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും. ഇത്രയും സാധനങ്ങൾ മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കും. പിങ്ക് റേഷൻ കാർഡിന് ഒരു വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും അത് റേഷൻ കാർഡിലും അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടും ലഭിക്കും. അങ്ങനെ 8 കിലോ അരിയും 2 കിലോ ഗോതമ്പും ലഭിക്കും. മൊത്തം ലഭിക്കുന്ന 1 കിലോ ഗോതമ്പിൽ നിന്ന് മൊത്തം ലഭിക്കുന്ന 1 കിലോ ഗോതമ്പ് കുറച്ച് അതിന് പകരം ആട്ട നൽകും. അതിന് 8 രൂപ നൽകേണ്ടി വരും. റേഷൻ കാർഡിൽ ലഭിക്കുന്ന അരിക്ക് 2 രൂപ നൽകേണ്ടി വരും. കേന്ദ്ര സർക്കാരിൻ്റെ അരി സൗജന്യമാണ്. ഇങ്ങനെയാണ് പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുന്നത്. നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഒരു വ്യക്തിക്ക് 2 കിലോ അരി 4 രൂപ നിരക്കിൽ മാത്രമാണ് ലഭിക്കുക. 1 മുതൽ 4 വരെ ആട്ടയും ഇത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്രയും സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. റേഷൻ കാർഡിന് മൊത്തം ലഭിക്കുന്നത് ലഭ്യതക്കനുസരിച്ച് 1 മുതൽ 4 വരെ കിലോ അരിയാണ്. അത് 2ആയി ചുരുങ്ങാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ 1 മുതൽ 4 വരെ ആട്ട അത് വെള്ള നീല റേഷൻ കാർഡിന് ഒരേപോലെയാണ്. 17 രൂപ നിരക്കിലാണ് ലഭിക്കുക. ഇത്രയും സാധനങ്ങളാണ് ഈ മഞ്ഞ പിങ്ക് വെള്ള നീല റേഷൻ കാർഡിന് ലഭിക്കുക. ബ്രൗൺ റേഷൻ കാർഡിന് ലഭിക്കുക 2 കിലോ അരിയും ബ്രൗൺ റേഷൻ കാർഡിന് ലഭിക്കുക 2 കിലോ അരിയും 1 ആട്ടയുമാണ്. ആട്ടയ്ക്ക് 17 രൂപ നൽകേണ്ടി വരും. ഇത്രയും സാധനങ്ങളെ ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. സ്പെഷ്യലായിട്ടുള്ള ഒന്നുമില്ല. വെള്ള റേഷൻ കാർഡിന് വളരെയധികം കഷ്ടമാണ്. ഒരു സാധനവും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. കിറ്റും കൂടി നിൽക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഈ ഒരു ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പുണ്ടായിരുന്നു. ഭക്ഷ്യക്കിറ്റൊന്നും നിൽക്കാൻ പോകുന്നില്ല, അത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതൊക്കെ. പക്ഷേ നിലവിൽ ഭക്ഷ്യക്കിറ്റുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം സെപ്റ്റംബർ മാസത്തിൽ ഈ ഒരു ഭക്ഷ്യക്കിറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല, ഉണ്ടാകുകയില്ല. സാധനങ്ങളാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ലഭിക്കുക. ഇനി അവസാന അറിയിപ്പ് വന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇതിൽ ചെറിയ മാറ്റങ്ങൾ പോലും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇതുപോലെയാണ് ലഭിക്കാനുള്ള സാധ്യത. മണ്ണെണ്ണ ഈ മാസം ഉണ്ടാകുകയില്ല. മണ്ണെണ്ണ വാങ്ങാത്ത ആളുകൾക്ക് മണ്ണെണ്ണ ലഭിക്കും, അല്ലാത്ത ആളുകൾക്ക് മണ്ണെണ്ണ ലഭിക്കുകയില്ല. കഴിഞ്ഞ മാസം നിലവിലെ മാസം സ്പെഷ്യൽ മണ്ണെണ്ണ ഉണ്ടായിരുന്നു, അതും ഇല്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ. ഉള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.